ഡാൻസ് ആണോ ഏറ്റവും ഇഷ്ടം? ഡാൻസും പാട്ടും അത് രണ്ടും ഡാൻസ് കളിച്ചാണോ ഇങ്ങനെ വണ്ണം വെച്ച്? എന്താണെന്നറിയില്ല. വല്ലാണ്ട് ബിരിയാണിയാണോ വീക്ക്നെസ്? ഒരു രക്ഷയില്ല. ഇപ്പൊ നിർത്തിട്ടാ, ഇപ്പൊ നിർത്തി. പക്ഷെ വല്ലാണ്ട് കഴിക്കുമായിരുന്നു ഞാൻ. വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 4 നേരം ഞാൻ ബിരിയാണി തന്നെ കഴിക്കും. പോത്തിനൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ തുപ്പ കൊമ്പും മറ്റേ കൊണ്ട് കുളമ്പും 2 കൊമ്പും വീഴുന്നതാണ്. ബാക്കി മൊത്തം തമാശയല്ല. ഞാൻ കണ്ടോണ്ട് നിൽക്കുന്ന ഫുഡിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. അങ്ങനെ ഭയങ്കര ഞാൻ പുറത്തുണ്ടായിരുന്നു. ഞാനൊരു 2 വർഷം ഫുഡ് കോമ്പറ്റീഷൻ വെച്ച ആരാണ് മത്സരത്തിൽ വിജയിക്കാൻ? അതാണ് സംഭവം. അങ്ങനെ വണ്ണം വെച്ചതാ. അങ്ങനെ വണ്ണം വെച്ച് പെട്ടെന്നൊരു 5-6 മാസം കൊണ്ട് പെട്ടെന്ന് ഏതെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്യാം. അതെ, എനിക്കറിയത്തില്ല. പാഷനെങ്കിൽ ഫുഡ് സാക്രിഫൈസ് ചെയ്യാം. ഫുഡാണ് പാഷനെങ്കിൽ ഇത് രണ്ടും വേണമെന്ന് എനിക്കുണ്ടല്ലോ. ശരിക്കും അത് എന്തോ കുഴപ്പം. അത് നമുക്കിങ്ങനെ ഫുഡ് കൊണ്ടുവന്ന് വെക്കുമ്പോല്ലേ ഇതിന്റെ മണം അങ്ങ് വരും. നോക്കുമോ അത് എനിക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. അപ്പൊ 25 നോയമ്പൊക്കെ എടുക്കുമ്പോൾ നോയമ്പിനിടയ്ക്ക് ഫംഗ്ഷൻ നമ്മൾ എന്ത് പരിപാടിക്ക് പോലും ഞാൻ നോയമ്പെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഡീസൻ്റായിട്ട് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് പക്ക നോയമ്പെടുക്കുന്നത്. വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ വേണമെന്നുള്ളൂ. വീട്ടിലിറങ്ങൂല നോമ്പിന്റെ സമയത്ത്. പുറത്തിറങ്ങി എനിക്ക് ഭയങ്കര എനിക്ക് സങ്കടം വരും ചേച്ചി, ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റാത്തോണ്ട്. നോമ്പെടുക്കും. നോമ്പെടുക്കണത് സുനിച്ചിന്റെ നിർബന്ധം കൊണ്ട് ഇരിക്കും. അതെന്തൊരു പാടാന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം 8 നോമ്പ് പറഞ്ഞു. 8 ദിവസം ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. പുറത്തിറങ്ങിയ ചിലപ്പോ എന്റെ നോമ്പ് തെറ്റും. ഈ 51 ദിവസം ഒന്നും ഇരിക്കുന്ന പരിപാടി എടുത്തിട്ടുണ്ട് ചേച്ചി. അത് ചേച്ചിക്ക് എന്റെ മോൻ കണ്ടാൽ അറിയാലോ. എനിക്ക് എടുക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. ഈ സുനിച്ചൊന്നും എടുക്കാതെ സമ്മതിക്കൂല. പിന്നെ ഭയങ്കര ദേഷ്യ. നോയമ്പില്ല നമുക്ക് ആകെ കിട്ടുന്ന ഒരു 2 നോയമ്പ്, 25 നോയമ്പ്, 50 നോയമ്പ്, 8 നോയമ്പ്. ഇത് ഒരു വർഷം നമുക്ക് എടുക്കാൻ പറ്റുന്ന സംഭവമല്ലേ ഉള്ളൂ. ഇത്രയുള്ള കാര്യമല്ലേ നമ്മൾ പറയുന്നുള്ളൂ. ഇടയ്ക്ക് ഇത് മുറിക്കാറുണ്ട്. ഇടയ്ക്ക് വല്ല കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് വന്ന് പറയും മറന്നു പോയോട്ടെ ഞാൻ കഴിച്ചെന്ന് പറഞ്ഞാൽ നീ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. പക്ഷെ വീട്ടിൽ ലവ് മാരേജ് ആണോ? ലവ് മാരേജ്. പക്ഷെ ലവ് മാരേജ് പോലാ. നമ്മുടെ എൻ്റെ ചേട്ടനുണ്ട്, സണ്ണിച്ച എന്ന് പറഞ്ഞാൽ പുത്തൻകുരിശ് താമസിക്കുന്നത്. ചേട്ടൻ്റെ വൈഫിൻ്റെ കസിനാണ് മഞ്ജുവിൻ്റെ അല്ലേ. ഞങ്ങള് ഫാമിലി ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കല്യാണത്തിന് കണ്ടപ്പം ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ചേട്ടന് കല്യാണം ഇങ്ങനെ പറഞ്ഞ് പ്ലാൻ ചെയ്തു. പിന്നീട് പറഞ്ഞ സുനിച്ച എടാ സുനില ഇങ്ങനെ ഒരു കല്യാണം ഒരു പെണ്ണുണ്ട്, വീടിനടുത്താണ് പെണ്ണ്. വലിയ സുന്ദരിയൊന്നും അല്ല, നല്ല സുന്ദരിയാന്ന് പറഞ്ഞു. ബിഎഡാണ്, സുന്ദരിയാണ്, ഡാൻസറാണ്, പാട്ടും പാടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാ ഐറ്റവും ഉണ്ടല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു കളയാൻ നേരത്തെ പ്ലാൻ ചെയ്തു. ഇതൊക്കെ ഉള്ള കുട്ടിയെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു ബിഎഡുകാരി ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാം ബിഎഡുകാരി കിട്ടുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കാട്ടും ഇച്ചിരി വിദ്യാഭ്യാസമുള്ള ഒരു പെണ്ണിനെ ആണെങ്കിൽ നമുക്കില്ല. പക്ഷെ പക്ഷേ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളൊരു മോനുണ്ടായി. ഇപ്പം ഇംഗ്ലീഷ് മീഡിയത്തിലാണ് വിട്ട് പഠിപ്പിക്കുന്നത് ഇപ്പം കൊച്ചിനെ. അപ്പം അവനൊന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഞാൻ വേറെ ട്യൂഷന് വേറെ ടീച്ചേഴ്സിനെ വെക്കണം. ഒന്നാണ് അവിടെ ലാഭം. 2 ഒരു പാട്ടുകാരി ഞാൻ ആഗ്രഹിച്ചായിരുന്നു. എല്ലാം നിറഞ്ഞ ഒരു മഞ്ജു. അപ്പം ചേട്ടൻ പറയാതെ പോയി കാണാൻ പറഞ്ഞു. അപ്പം കാണാൻ പറ്റിയില്ല. അതെ. അങ്ങനെ ചേട്ടൻ്റെ കൊച്ചിൻ്റെ മാമോദിസയ്ക്ക് ഇവരെല്ലാം കൂടെ എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പം മഞ്ജു ഇങ്ങനെ വന്ന് നിൽക്കുക. എല്ലാവരും വന്നിങ്ങനെ നിൽക്കുമ്പോൾ പെണ്ണിനെ കണ്ട നമസ്കാരം, എന്നാണ് പേര് മഞ്ജു, പാട്ട് പാടുമല്ലേ എന്ന് പറയുമ്പോൾ ഒറ്റ പാട്ടായിരുന്നു. ഒരു ചമ്മലുള്ളത്. ഞാനങ്ങ് തരിച്ചു പോയി. ഇങ്ങനെയാണെങ്കിൽ എന്നാ ചെയ്യും മുമ്പോട്ടുള്ള ജീവിതം എന്നൊക്കെ ഞാൻ ആലോചിച്ചായിരുന്നു. ഞാൻ നോക്കിയപ്പോ എന്റെ ചേച്ചി അവിടെ എല്ലാ ആർട്ടിസ്റ്റ് എല്ലാവരും മറ്റെന്താ വെച്ചാ ഫ്ലൂട്ട്, പിന്നെ ഇങ്ങനെ ഗിറ്റാർ, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ. അപ്പൊ ഇവരൊക്കെ പാട്ട് ആരും എന്നെ ഇങ്ങനെ അറിയാത്തവരായിട്ടൊന്നും കാണിച്ചൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോ തന്നെ എല്ലാവരുമായിട്ട് അങ്ങനെ നല്ല കൂട്ടായി, നല്ല ഫ്രണ്ട്ലി. അപ്പൊ പിന്നെ അവര് ചെന്ന പാട്ട് പാടാന്ന് വെച്ചപ്പോ ഞാൻ പാടാന്ന് പറഞ്ഞ അങ്ങ് പാടി. അതിപ്പോ ഇത്ര വലിയ സംഭവം അല്ല. ഞാൻ പറയായിരുന്നു. അപ്പൊ അങ്ങനെ പാട്ട് പാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഞെട്ടിപ്പോയില്ല. കാരണം ഇൻസ്ട്രുമെന്റ് എടുക്കാനുള്ള സമയം കിട്ടിയില്ല. മറ്റൊരു പാട്ട് പാടാ ചെമ്പരത്തി പൂവേന്ന് പറഞ്ഞ തുടങ്ങുന്ന അറ്റം പോലെ. പിന്നെ എല്ലാവരും ഇൻസ്ട്രുമെന്റ് ഒക്കെ തപ്പി വന്നപ്പോൾ പാട്ട് തീർന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടൻ ഗൾഫിൽ പോവാണ്. 6 മാസം കഴിഞ്ഞാൽ വരത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കല്യാണം എന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇവിടെ ഒന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ നമുക്കൊന്ന് ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹം വെച്ചാൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണായിരിക്കണം. നമ്മൾ പ്രേമിച്ച് കേട്ടത്തോളം നമ്മൾ പണ്ട് പോലെ ഒരു വാശിയായിരുന്നു. പ്രേമിച്ച് കിട്ടാൻ കാരണം വെച്ചാൽ നമ്മുടെ കുറവല്ല, നമുക്കുണ്ടാകുന്ന കുറവുകൾ വിദ്യാഭ്യാസം നമുക്ക് പ്രേമിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ പ്രേമിച്ചിട്ടുണ്ടോന്ന്
എല്ലാം മനസ്സിലാണെന്നുള്ളൂ, നമ്മളെ കാര്യം പ്രേമിക്കാനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പറഞ്ഞ് അപ്പോൾ ഞാൻ കല്യാണം ഉറപ്പിച്ചിട്ട് ചേട്ടൻ അങ്ങ് പോയി. അപ്പോൾ 6 മാസം ഗ്യാപ്പുണ്ട്. ആ സമയത്ത് ഞാൻ നമുക്ക് മുൻകൈ നിൽക്കണമല്ലോ, ഞാൻ ചുമ്മാ അങ്ങോട്ട് വിളിച്ചു ഞാൻ പറഞ്ഞേക്കും സംസാരിക്കണം, നമ്മളെ കാര്യങ്ങളൊക്കെ പറയണ്ടേ. അപ്പോൾ അങ്ങനെ വിളിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ പറഞ്ഞ് അപ്പോൾ എല്ലാം ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് അല്ലേ വീണ്ടും അജി അങ്ങ് കുറയുമായിരുന്നു. അതിങ്ങനെ കരക്കടിയത്തുമില്ല മുന്നത്തുമില്ല, പൊക്കോണ്ടിരിക്കുക ചുണ്ടൻ വെള്ളം. അങ്ങനെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ കല്യാണത്തിന്? ആരൊക്കെ? പിന്നെ ഭയങ്കര സങ്കല്പമല്ലേ? എന്തൊക്കെയായിരുന്നു സങ്കല്പം? എനിക്കുണ്ടല്ലോ ഈ ഡ്രസ്സിങ്ങിലൊക്കെ നീറ്റായിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇന്നത്തെ 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സിങ് അല്ല ഇന്ന് വേണ്ടത്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ് ടു ഡേറ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. പിന്നെ നല്ല ജോളി ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റുന്നു. ഇപ്പം ആരെങ്കിലും വായി നോക്കിയാലോ അല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്ക് സുനിച്ചനോട് പേടിയില്ലാതെ പറയാൻ പറ്റണം. അങ്ങനെ ഒരാളായിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോണം, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ പിന്നെ സുന്ദരനായിരിക്കണം, അത് ഓഫ് കോഴ്സ് സുന്ദരനായിരിക്കണം, അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് സുനിച്ചനെ കണ്ട ഉടനെ ആദ്യം എന്താ തോന്നിയത്? ഇതൊക്കെ നിറഞ്ഞ ഒരാളാന്ന് തോന്നി. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് ഇങ്ങനെ സീരിയസ് ആയിട്ടാ ചോദിച്ചത്. ഞാൻ കറുത്തൊരു കൊച്ചല്ലേ, അപ്പൊ ഞാൻ ഇതിപ്പോ മേക്കപ്പാ. അപ്പൊ എനിക്ക് കെട്ടുന്ന ആളും ഇച്ചിരി ഇരുണ്ട ആളായിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതേപോലെ ആ ഫംഗ്ഷനിൽ വെച്ചാ സുനിച്ചനെ ആദ്യം കാണണേ. അപ്പൊ ഞാൻ നോക്കിയപ്പം ഡ്രസ്സിംഗ് ഒന്നും തിരക്കിയിട്ടില്ല, കൊള്ളാം. ജീൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഇരുട്ടുമാണ് കൊള്ളാം. പിന്നെ ഞാൻ നോക്കിയപ്പോ എന്നെ കണ്ട് കുറെ വർഷം പരിചയമുള്ള പോലെ വർത്താനം പറയണം. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ടെൻഷൻ, അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കണ്ടേ. അപ്പം എങ്ങനെ ഇപ്പൊ ഇച്ചിരി നേരം വർത്താനം പറഞ്ഞുകൊണ്ട് എല്ലാം ആയി എന്നല്ല, എന്നാലും അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി കുഴപ്പമില്ലാന്ന് തോന്നി. ഞാൻ മഞ്ജുവിൻ്റെ സീരിയൽ കണ്ടിരുന്നു. ഞാൻ വളരെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അത് ഞാൻ വെറുതെ ഇപ്പോൾ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ പറയുന്നതല്ല, ഞാനത് വാച്ച് ചെയ്യാറുണ്ട്. പെട്ടെന്നുള്ള ദേഷ്യവും പിണക്കമൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടോ. പണ്ട് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു പണ്ടേ? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താ ഇഷ്ടമല്ലാത്തത്? ഭക്ഷണം ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. ഞാൻ അടുക്കള ജോലി ഇഷ്ടമാണ്. അടുക്കള ജോലിയൊക്കെ ചെയ്തുകൊണ്ട് അപ്പടിയും പൊള്ളിയിരിക്കണുണ്ടോ ഞാന്. പക്ഷെ ഇങ്ങനെ ശ്രദ്ധക്കുറവാ, ഇങ്ങനെ എപ്പോഴും കൈയൊക്കെ പൊള്ളും. അടുക്കള ജോലിയൊക്കെ ചെയ്യും. ഒരു സൈഡിൽ കൂടെ കമന്റ്സ് ഇങ്ങനെ വരും. ഇവൻ എന്തൊക്കെയോ പറയണ്ട, ഇവൻ എന്തൊക്കെയോ പറയണമെന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഉവ്വാന്നൊക്കെ ആയിരിക്കും പറയുന്നത്. നമ്മള് നേരെ പിന്നെ അടുക്കളയിൽ ഞാൻ ഒക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഇരുന്ന് ആലോചിക്കാം. അപ്പം അഭിനയിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഈ നമ്മുടെ പള്ളിയില് നാടകമൊക്കെ വരുമ്പോഴത്തേനും അഭിനയിക്കും. കല്യാണത്തിന് മുമ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ഞാൻ ആരോടും പറയാതെ വെച്ചേക്കണ രഹസ്യ ഞാൻ കണ്ടുപിടിച്ചു. അത് നമ്മുടെ ലോഹിതദാസ് സാറിന്റെ ചക്രം എന്ന് പറഞ്ഞ മൂവിയിലായിരുന്നു. അതിനകത്ത് വില്ലന്റെ പേരായിട്ട്. അത് കഴിഞ്ഞപ്പോ പിന്നെ ബിഎഡും അതിന്റെ ബഹളവും കാര്യങ്ങളൊക്കെ. പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഒട്ടും ഫ്രീ അല്ലാണ്ടായി. പിന്നെ ആ പ്രൊഫഷനൊക്കെ അങ്ങ് പ്രൊഫഷൻ എന്നല്ല, ആ ഇഷ്ടമൊക്കെ അങ്ങ് പോയി. ഇങ്ങനെ പോയില്ല, മറന്നുപോയി കുറച്ച് നാളത്തേക്ക്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഷോ വന്നു. അപ്പൊ പിന്നെ അതൊക്കെ ഇങ്ങനെ പൊടി തട്ടി പുറത്തോട്ട് വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം പെർഫോം ചെയ്യാനൊക്കെ. ഡബിങ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഡബിങ് ചെയ്യും, ഡബ് ചെയ്തിട്ടുണ്ട്. അത് വലിയ സംഭവം ഒന്നുമല്ല. സിനിമയില് ഡബ് ചെയ്തോ? ആരോട് ചോദിച്ചു ഡബ് ചെയ്തോ? ഇല്ലില്ല, സിനിമയിലൊന്നുമല്ല. പെട്ടെന്നില്ലെന്ന്. സിനിമയിലല്ല, മറ്റേ ടെലിഫിലിം ഒക്കെ വരില്ലേ? അപ്പൊ നമ്മുടെ പരിചയമുള്ള ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ അങ്ങനെ വിളിക്കുമ്പം വേറെ ആരെങ്കിലും ചിലപ്പോൾ അവർക്ക് സമയത്തിന് കിട്ടൂലേ, അപ്പൊ ഒന്ന് ചെയ്തിട്ട് വരുമോ, ചെയ്തു തരുന്നേക്ക് നമ്മുടെ ചേട്ടന്മാരൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പം വെറുതെ പഠിക്കുകയും ചെയ്യാമല്ലോ, അവരെ വെച്ചൊരു പരീക്ഷണമാവല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെയ്യും.
ഈ റിയാലിറ്റി ഷോയിൽ വരുമ്പോഴേ റിലേറ്റീവ്സ് ആരെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടോ? നെഗറ്റീവായിട്ടൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ആരും ഇല്ല, നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നെഗറ്റീവായിട്ട് പറഞ്ഞാൽ നമ്മളത് അനുസരിക്കത്തില്ല. പക്ഷെ നമ്മളായിട്ട് ഇറങ്ങിയ ഒരു പരിപാടിയാണ്. ഇപ്പം ഇതിനകത്ത് ഈ പരിപാടി എന്ന് വെച്ചാൽ ഒരു ഫാമിലി പ്രോഗ്രാമാണ്. അപ്പം ഞാനും മഞ്ജുവും കൂടെ തീരുമാനിച്ചിറങ്ങിയ ഒരു പരിപാടിക്കകത്ത് ഇപ്പം ഈ റിലേറ്റീവ്സ് അല്ല ആരും എന്ത് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മൾ പരിപാടിക്കകത്ത് കയറി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഞാനും മഞ്ജുവും ഉള്ള ഇൻവോൾവ് ആയിട്ട് നമ്മുടെ കുടുംബകാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട്.